ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള രോഗാണുബാധകളില്ല. ഉള്ളതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇനിയിപ്പോൾ മഴ വർദ്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ക്ലീനിങ്ങും കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. ഏതാ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എക്സ്പെർട്ട് കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. ആ എക്സ്പെർട്ട് കമ്മിറ്റി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നിപ ഉൾപ്പെടെയുള്ളത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ അങ്ങനത്തെ വാർത്തകളൊന്നുമില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുമില്ല. അതിങ്ങനെ പല വാർത്തകളും പല രീതിയിൽ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. 2500 കോടിയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഇറങ്ങിപ്പോയത്. 2500 കോടി കടമുണ്ട് മരുന്ന് കമ്പനിക്ക് കൊടുക്കാൻ, സ്റ്റഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നൽകാൻ. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്ന അലോട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ അത്ര കാര്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി മുതൽ നടത്തേണ്ട പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഇലക്ഷൻ അതായിരിക്കാം ചിലപ്പോൾ. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുമ്പോഴേക്കും പകർച്ചവ്യാധികൾ കുറേയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷിഗല്ല മരണങ്ങൾ ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ 8 പേരുടെയാണ് പകർച്ചപ്പനി ബാധിച്ച്. ഇപ്പം ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനം കാരണം മേയറെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഭരണസ്തംഭനത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊതുകുകളുടെ എണ്ണം പെരുകിയാൽ ഡെങ്കി കൂടും. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് മഴക്കാലത്ത് ഡെങ്കി പടരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള സൂചന എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം മാത്രമല്ല, ജലവിഭവമുണ്ട്, അതുപോലെ വിദ്യാലയങ്ങളുടെ കിണറുകൾ ശുചീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഏകോപനത്തിന് കുറവുണ്ടാവുന്നത്? KPC പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്യാബിനറ്റിലുണ്ട്, 2 വർക്കിംഗ് പ്രസിഡന്റുമാർ ക്യാബിനറ്റിലുണ്ട്, 2 മുൻ KPC പ്രസിഡന്റുമാർ ക്യാബിനറ്റിലുണ്ട്. പിന്നെ എങ്ങനെയാണ് എന്താ കോർഡിനേഷൻ കുറവെന്താ? അത് കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡിനോട്. ചാർജ് എടുത്ത് അന്ന് തന്നെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിയാൻ തയ്യാറാണ്. പോലെയുള്ള നേതാക്കന്മാരുടെ ഫ്ലക്സൊക്കെ KPCC പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് DCCയിലുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതൊക്കെ ഫ്ലക്സ് വയ്ക്കുന്നതിന് ഇപ്പോൾ ആർക്കും എന്ത് നിയന്ത്രിക്കാൻ കഴിയും? അത് പകലല്ലല്ലോ ഫ്ലക്സ് വയ്ക്കുന്നതൊക്കെ, രാത്രിയല്ലേ. ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? കോഴിക്കോട് ഏത് സമയത്ത് വെച്ചാലും ഫ്ലക്സ് നോക്കിയിട്ടല്ല ഭാരവാഹികളെ വയ്ക്കുക. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക.